ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇലയുടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് നല്ല അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാഴി അരിപ്പൊടിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പരുവത്തിൽ ഇങ്ങനെ വാട്ടിയെടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മളിന്ന് ഇല വെച്ചിട്ടാണ്, വാഴയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ ഇലയുടെ ഉണ്ടാക്കാറുള്ളത്. ഇനി നന്നായിട്ട് ഈ ഇലയുടെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമുക്കൊരു കൂട്ടുണ്ടാക്കാനുണ്ട്. തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അതിന് വേണ്ടിയുള്ള ശർക്കര ഇങ്ങനെ കുത്തി ഉടയ്ക്കുകയാണ്. ഇങ്ങനെ നന്നായിട്ട് കുത്തി ഉടയ്ക്കണം. കഷ്ണങ്ങൾ ഉണ്ടായി പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഏലക്കായ, നല്ല സ്മെല്ലിന് വേണ്ടി ഏലക്കായും നമ്മൾ കുത്തിയിട്ട് നമ്മുടെ തേങ്ങയിലേക്ക് ഇടുകയാണ്. തേങ്ങ, ശർക്കര, ഏലക്കായ, ഇത് മൂന്നും കൂടെ മിക്സാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ജീരകം, ഒരു സ്പൂൺ നല്ല ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയ ജീരകം നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് സെറ്റാക്കി വെച്ച ശേഷമേ നമുക്ക് അപ്പം പരത്തി വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴയില കഴുകി നല്ല വൃത്തിയാക്കി വെച്ച വാഴയിലാണ് കേട്ടോ. അത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്താലേ നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ, അപ്പം വെച്ച് മടക്കി വയ്ക്കുമ്പോൾ പൊട്ടാതിരിക്കുള്ളൂ. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ മോനും കൂടെ ഉണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. തേങ്ങാക്കൂട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചാണ് ഞാൻ കുഴക്കുന്നത് കേട്ടോ. നന്നായിട്ട് കൈവച്ച് കുഴച്ച് നന്നായിട്ട് സെറ്റാക്കണം. ഈ ഒരു പലഹാരം പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരമാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കും. വെളിച്ചെണ്ണയിലൊന്നല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര വേണേലും അവർക്ക് കൊടുക്കാം. ആവിക്ക് വേവിക്കുന്നതായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് വീട്ടിൽ ആദ്യമേ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. കുറച്ച് റിസ്ക് ഉണ്ട്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ ഇലയൊക്കെ വാട്ടി ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അപ്പം പരത്തി അതിൽ ഫില്ലിങ്സൊക്കെ നിറച്ച്, നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്സൊക്കെ നിറച്ചിട്ട് നമുക്ക് ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ചെമ്പല്ല കേട്ടോ, ഇഡ്ഡലി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഇഡ്ഡലി കുക്കറാണുള്ളത്, അതുകൊണ്ടാണ് ഇഡ്ഡലി കുക്കറിൽ ഉണ്ടാക്കുന്നത്. 2 തട്ട് വെച്ചിട്ട് ബാക്കി അതിൻ്റെ മുകളിലേക്ക് നമ്മളുണ്ടാക്കിയ എല്ലാ ഇലയടയും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. 2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഇലയുടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് തുറന്ന് നോക്കുകയാണ് കേട്ടോ. വെന്തണോ നോക്കിയതാണ്. എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇലയുടെയൊക്കെ റെഡിയായി വന്ന് ഞാൻ ഇലയിൽ നിന്നൊക്കെ ഇങ്ങനെ വേറെടുത്തി വെച്ചതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.